എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ലെമൺ ആൻഡ് ഡേറ്റ്സ് പിക്കിളാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ അച്ചാർ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. സദ്യയോടൊപ്പം ബിരിയാണിയോടൊപ്പം നല്ല എരിവും പുളിയും മധുരമൊക്കെ ചേർന്നിട്ടുള്ള ഈ ഒരു അച്ചാർ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 4 വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി, എങ്കിൽ കുറച്ച് സോഫ്റ്റായിട്ട് ഇത് കിട്ടും. ഇതിപ്പോൾ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുക്കാം. ഏത് ടൈപ്പ് നാരങ്ങ ആയാലും ഇതേപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ നമുക്ക് അച്ചാർ നന്നായിട്ട് തന്നെ കിട്ടും. ഇത് കട്ട് ചെയ്യുമ്പോൾ വരുന്ന വെള്ളമൊന്നും കളയരുത്. ഇപ്പോൾ എല്ലാം തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഒരു 2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇതിനാവശ്യമായ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ ഇതിലേക്ക് ഉപ്പ് ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടാവും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ലെമൺ ഡേറ്റ്സ് പിക്കിളല്ലേ, അതുകൊണ്ട് ഇതിലേക്ക് ഒരു 30 എണ്ണം ഡേറ്റ്സ് ഞാൻ കുരു കളഞ്ഞ് എടുത്തു വെക്കുന്നുണ്ട്. ഡേറ്റ്സിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡേറ്റ്സിൻ്റെ അളവിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് സോഫ്റ്റ് ഡേറ്റ്സ് ആയതുകൊണ്ട് കുരു മാത്രം കളയുകയാണ്, കട്ടൊന്നും ചെയ്യുന്നില്ല. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അച്ചാർ ഉണ്ടാക്കുമ്പോൾ എല്ലാ സാധനവും റെഡിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങാവൂ. ഇനി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും ഒരു 3 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ടും ഒരു 1/4 കപ്പ് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ അളവ് ഇഞ്ചിയേക്കാളും ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊക്കെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതേപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ഇത് ചേർത്ത് കൊടുക്കാവൂ. ചട്ടിയുടെ ചൂട് കൂടുതലാണെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓണാക്കിയാൽ മതി. അല്ലെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. ചൂട് കൂടുതലാവുമ്പോൾ പൊടി കരിഞ്ഞു പോകാനും അച്ചാറിൻ്റെ ടേസ്റ്റ് ആകെപ്പാടെ മാറിപ്പോവും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പറയുന്നത്. ഇത് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ഇടയ്ക്കിടയ്ക്കാക്കി നോക്കി ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് ഡേറ്റ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ലെമണും ഡേറ്റ്സും ഒക്കെ നന്നായിട്ട് ഇത് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര പൊടി കുറച്ച് ചേർത്ത് കൊടുത്താലും മതി. നല്ലതുപോലെ ഇത് മിക്സ് ആക്കിയിട്ട് നമുക്കിത് 2-3 മിനിറ്റ് ഒന്നും കൂടി വേവിച്ചെടുക്കണം. ഇപ്പോൾ നല്ലതുപോലെ ഇത് കുറുകി വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അച്ചാറിൻ്റെ ടേസ്റ്റ് കുറച്ച് എരിവ് കയ്പൊക്കെ കൂടുതൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും. 4-5 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ബാലൻസായി കിട്ടും.
വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത നല്ലൊരു ജാറിൽ നമുക്കിത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഒരാഴ്ച വരെ പുറത്ത് വെച്ചതിന് ശേഷം മാത്രം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓണത്തിന് ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്